നമസ്കാരം, എല്ലാവർക്കും ബിസ്പോ ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ അതിഥിയായി എത്തിയിട്ടുള്ളത് ചില്ലീസ് റെസ്റ്റോറൻറ്റിൻ്റെ സ്ഥാപകനായിട്ടുള്ള സജാദക്കയാണ്. സജാദക്ക ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സജാദക്ക നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്, വണ്ടൂരാരനാണ്. സജാദക്ക, നിങ്ങൾ പഠനകാലഘട്ടമൊക്കെ എവിടെയാണ്? പഠനം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പക്ക ബോൺ ആൻഡ് ബോട്ടം വണ്ടൂർക്കാരനാണ്. നമ്മൾ വണ്ടൂർ ഉള്ള ചില്ലീസിൻ്റെ അതേന്ന് വെച്ചാൽ നമ്മളൊരു തറവാടും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നമ്മൾ തറവാട് അതിൻ്റെ പിന്നിലാണ്. ഞാൻ ഒരു ബോൺ ആൻഡ് ബോട്ടം എല്ലാം വണ്ടൂർ തന്നെയായിരുന്നു. പിന്നെ ഞാൻ നാടിൻ്റെ വലിയൊരു കണക്ഷൻ ഇല്ലാത്തതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഞാൻ ബോർഡിംഗ് സ്കൂളിൽ പഠിച്ചതാണ്. ഒരു UKG മുതൽ 8ാം ക്ലാസ് വരെ ഞാൻ ബോർഡിംഗ് സ്കൂളിലായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഹൈ സ്കൂളിലാണ്. പിന്നെ കോളേജ് മമ്പാട് 5 years BCom കഴിഞ്ഞു. BCom കഴിഞ്ഞിട്ട് പിന്നെ ഗൾഫിൽ പോയി. ഗൾഫിൽ ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനീസ് ജോലി ചെയ്തു. അത് നമ്മളൊരു 2010 തിരിച്ചു. എപ്പോഴാണ് ബിസിനസ് ചെയ്യണം അല്ലെങ്കിൽ ബിസിനസ്സുകാരനാവണം എന്നുള്ള ആഗ്രഹം എപ്പോഴുണ്ടാണ്? എനിക്ക് അങ്ങനെ ഞാനൊരു ബിസിനസ് ഫാമിലി എന്ന് പറഞ്ഞതോ ഒന്നുമല്ല. നമുക്ക് ചില സാഹചര്യങ്ങളാണ് ഓരോ സംഭവങ്ങളിലേക്ക് എത്തിക്കാന്ന് പറഞ്ഞാൽ. ഞാൻ ഗൾഫിൽ നിന്ന് 2008 അവിടെ ക്രൈസിസ് വന്നു. ഞാൻ നോക്കിയയിൽ വർക്ക് ചെയ്യുന്നു. നോക്കിയൻ്റെ സ്റ്റോറി എല്ലാവർക്കും അറിയാം. അപ്പം അത് കൊളാപ്സ് ആയപ്പം ജോബ് പോയി. തിരിച്ചു വന്നിട്ട് ഞാൻ നാട്ടിൽ എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് നാട്ടിൽ എത്തിയത്. നമ്മൾ ആ ഒരു സിറ്റുവേഷൻ ഇനി 15 വർഷം വർക്ക് ചെയ്തില്ല, ഇനി വർക്കിംഗ് വേണ്ട, ബിസിനസ്സിലേക്ക് കിടക്കാം എന്നുള്ളതാണ്. അല്ലാതെ നമുക്കൊരു ലോങ് ടേം വിഷനോ ഒന്നും ഇല്ലാതെ അങ്ങനെ തുടങ്ങി കുടുങ്ങി എന്ന് പറഞ്ഞ ഒരു സ്ഥാനത്ത് നിന്നാണ് നമ്മൾ ആ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. നമ്മളെ ചില്ലീസ് എന്നുള്ള നമ്മളിപ്പോൾ ഒരു ബ്രാൻഡ് തുടങ്ങുന്ന സമയത്ത് അതിനൊരു പേരിടുമല്ലോ. അപ്പോൾ പേരിടുന്ന സമയത്ത് അതിനൊരു കഥ ഉണ്ടാവും, ആ പേര് കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ചില്ലീസ് എന്നുള്ള പേര് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്? എനിക്ക് അത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. കാരണം നമ്മളെ ചില്ലീസിനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തുടങ്ങിയ സമയത്ത് നമുക്ക് എങ്ങോട്ട് കൊണ്ടുപോകണം, നമുക്ക് ഒരു വിഷനോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് അന്നത്തെ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഒരു ബിസിനസ്, അത് ഇൻകം ജനറേറ്റ് ചെയ്യാൻ ജീവിക്കുക ഉള്ള ഒരു കാഴ്ചപ്പാടിലാണ് സംഭവം സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് നമുക്ക് ഇതിന് ഒരു ലോങ് ടേം ആയിട്ട് നമുക്ക് ഇതിന് ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അങ്ങനെ നമുക്ക് 10 വർഷം എടുത്തു ഇത് ഒരു ലെവലിലേക്ക് എത്തിക്കാൻ. പിന്നെ അവിടുന്ന് ശേഷമാണ് നമുക്ക് ഒരുപാട് ആശയങ്ങളൊക്കെ. ഈ പേര് എങ്ങനെയാണ്? പേരിന് പറയുകയാണെങ്കിൽ ചില്ലീസ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമ്മൾ ആ ട്രെൻഡിങ് പേര് നോക്കിയിട്ട് എൻ്റെ ഒരു ഗൾഫിലെ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് വേണമെങ്കിൽ പറയാം, അവിടെ നിന്നൊക്കെ കിട്ടിയ ഒരു പേരിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പേരിടാം എന്നുള്ളതായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോൾ ചില്ലീസ് ഭയങ്കര കോമൺ ആയി, പല സ്ഥലത്തും ചില്ലീസാണ്. അപ്പോൾ നമുക്കൊരു ബ്രാൻഡിങ്ങിനെ കുറിച്ച് നമുക്കൊരു വലിയൊരു ട്രേഡ് മാർക്ക് ഇഷ്യൂ ഉണ്ട്. നമ്മൾ കൊടുത്തിട്ട് അത് റിജക്റ്റ് ആയി, കാരണം ഒരുപാട് ചില്ലീസ് ഉണ്ട്. സോ ഇൻ ഫ്യൂച്ചർ നമ്മൾ അതൊരു റീബ്രാൻഡിങ്ങിലേക്ക് അവിടുന്ന് കിട്ടിയൊരു പേരാണ്. പിന്നെ ഇവിടുന്ന് ആൾക്കാർ ഭയങ്കര ഒരു ഇമോഷണലി കണക്റ്റഡ് ആയി ചില്ലീസ്. ഇപ്പോൾ ഈ ബ്രാൻഡ് തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര വർഷമായി? ഇപ്പോൾ 15 years ആയി. 15 കൊല്ലമായി. 15 വർഷമായി. ഇപ്പോൾ നമ്മൾ ഈ 15 കൊല്ലത്തിനുള്ളിൽ ഇപ്പോൾ ചില്ലീസിൻ്റെ ഇപ്പോൾ എത്ര ഷോപ്പുകളുണ്ട്? ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തുടങ്ങി നമ്മൾ 10 വർഷം കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു ബ്രാഞ്ച് ഔട്ട് ചെയ്യണം എന്നുള്ള ഒരു ആശയത്തിലേക്ക് എത്തും. നമ്മളിപ്പം ഈ 10 വർഷത്തിന് ശേഷം ഞാൻ പഠിച്ചൊരു പാഠം എന്താ വെച്ചാൽ, നമുക്ക് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിൻ്റെ ഒരു സൊല്യൂഷൻ ആവണം ബിസിനസ് എന്നുള്ള ലെവലിലാണ്. അന്ന് ആ കോവിഡ് കാലഘട്ടത്തിൽ നമുക്ക് പലർക്കും ഫുഡ് കിട്ടാത്ത പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴാണ് ഞങ്ങൾ ക്ലൗഡ് കിച്ചൺ കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അത് കൊണ്ടുവന്നത് 5 ചോടിയാണ്. നമ്മളൊക്കെ കളിയാ ബെൽറ്റിൽ അതിൻ്റെ ഒരു മിഡിൽ നോക്കി ക്വസ്റ്റ്യൻ ചെയ്തിട്ടാണ് 5 ചോടി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ക്ലൗഡ് കിച്ചൺ കോൺസെപ്റ്റ് അത് അത്ര ക്ലിക്കായില്ല. പിന്നെ നമ്മൾ വീണ്ടും ഫൈൻ ഡൈനിങ് ആക്കി. ക്ലൗഡ് കിച്ചൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഡെലിവറി മാത്രമുള്ള കിച്ചൺ കൗണ്ടർ മാത്രം വെച്ചിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് അവിടെ നിന്ന് 4 വർഷം കഴിഞ്ഞ് 5ാമത്തെ വർഷത്തേക്കാണ്. പിന്നെ നമ്മൾ ചെയ്തത് പുളിക്കലോടിയിലാണ്. പുളിക്കലോടിയിൽ നമ്മൾ കോളേജിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ചെയ്തത്. ഞാൻ പഠിച്ച കോളേജ് തന്നെയാണ്. അവിടെ ഏകദേശം ഒരു 4000 സ്റ്റുഡൻസ് ഉണ്ട്, 3000 to 4000 സ്റ്റുഡൻസ്. അവിടെ ഒരു പെയിൻ ഉണ്ട്, അവിടെ വിശക്കുന്ന വയറുകളുണ്ട്, അവരുടെ പ്രശ്നത്തിന് പരിഹാരം എന്ന നിലക്ക് നമ്മൾ ശരിക്കും ആ ഒരു ഇതായിട്ട് നമുക്ക് ആദ്യം സ്ട്രൈക്ക് ചെയ്ത് പലരും നമ്മളോട് ക്വസ്റ്റ്യൻ ചെയ്തു. അങ്ങനെയാണ് പുളിക്കലോടി മമ്പാട് പഞ്ചായത്തിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തത്. നമ്മൾ ഒരുപാട് സ്റ്റുഡൻസിനൊക്കെ ഒരുപാട് വരുന്നുണ്ട്, ഡെലിവറീസ് ഉണ്ട്. ആ ബെറ്റർ നമുക്ക് നന്നായി ചെയ്യണത്. ഇന്നലെ നമ്മളെ ആനിവേഴ്സറി ആയിരുന്നു, 4th year. ഓക്കെ, ഇനി 4ാമത്തെ ഔട്ട്ലെറ്റ് നമുക്ക് വരുന്നത് തിരുവാലിയിലാണ്. വർക്ക് ഓൺഗോയിങ് ആണ്. ഇതേപോലെ തിരുവാലിയിലും നമുക്കൊരു റെസ്റ്റോറൻറ്റ് ഇല്ല. തിരുവാലി തൊട്ട് 6 സറൗണ്ടിങ്സിലുണ്ട്.
ഇക്ക പറഞ്ഞൊരു കാര്യം എനിക്ക് എന്താ പറയാ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം ആളുകൾക്കുള്ള സൊല്യൂഷൻ ആയിട്ടാണ് ബിസിനസ്സിനെ മാറ്റുന്നത് എന്നുള്ള ഒരു കാര്യം ഭയങ്കരമായിട്ട് നല്ലൊരു ഇതാണ് ആ ഒരു സാധനം. പിന്നെ ഇപ്പോ എത്ര എംപ്ലോയീസ് ഉണ്ട് ഇപ്പൊ ചില്ലീസിൽ? എംപ്ലോയീസ് നമുക്ക് 70+ എംപ്ലോയീസ് ഉണ്ട്. ഇത്രയും എംപ്ലോയീസിന് പണിയെടുക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. നമുക്ക് പല സമയത്തും തോന്നിയപ്പം നമ്മുടെ കൂടെ വർക്ക് ചെയ്ത കുറെ ഡെലിവറി ബോയ്സ് ആവട്ടെ, പലരുടെയും ഫസ്റ്റ് ജോബ് മിക്കവാറും ഈ ഏരിയയിലുള്ള ഈ എസ്പെഷ്യലി ആൺകുട്ടികളൊക്കെ നമ്മുടെ ഡെലിവറി ബോയ്സ് ആവും, ക്യാഷ് കൗണ്ടറിലാവും, പിക്കപ്പ് ബോയ്സ് ആയിട്ട് ഒരുപാട് പാർട്ട് ടൈം ജോബ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ പാർട്ട് ടൈമിൽ പഠിച്ച കുട്ടികൾക്ക് പിന്നെ ഡിഗ്രി എടുത്ത് വിദേശത്ത് പോയി തിരിച്ചു വരുമ്പോഴൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഫസ്റ്റ് ജോബ് കൂടെ ആയിരുന്നു, നല്ലൊരു എക്സ്പോഷർ ആയിരുന്നു, എക്സ്പീരിയൻസ്. സോ അതൊക്കെ ഒരു ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആണ്. അപ്പോൾ എംപ്ലോയീസിന്റെ നമ്മളെ കൊണ്ട് അവർക്കൊരു ഗുണം കിട്ടി എന്ന് പറയുന്നത് പ്രൗഡ്. ഇപ്പോ നിങ്ങൾ ഫുഡ് ആളുകൾക്ക് വിളമ്പുന്ന ആളുകളാണല്ലോ, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഫുഡ് എന്താണ്? ഈ ഫുഡ് എനിക്ക് ചില്ലീസിലെ ഫുഡുകളൊക്കെ ഇഷ്ടമാണ്. പക്ഷെ അതില് ഇപ്പൊ നമ്മൾ ഈ ഫുഡിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മള് ഓരോ ഏജിൽ നമ്മൾ ആ ഫുഡിന്റെ പ്രയോറിറ്റീസ് ചെയ്യും. കാരണം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, ഞാൻ ആദ്യം വർക്കൗട്ട് ചെയ്യുന്ന ആളാണ്, ബാഡ്മിന്റൺ കളിക്കും. ഓക്കെ, അപ്പം നമ്മൾ കുറച്ചിങ്ങനെ ഹെൽത്ത് കോൺഷ്യസ് ലെവലിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ പിന്നെ പിക്ക് ചെയ്യണ ഫുഡ് ഗ്രിൽ ചിക്കൻ ആവും, ഗ്രിൽ സാലഡ്സ്, അതൊക്കെയാണ് ഞാനാണെങ്കിലും വീട്ടിലാണെങ്കിലും നമുക്ക് ഡിന്നറൊക്കെ അധികം ചില്ലീസ് തന്നെയാണ്. ഓക്കെ, അപ്പോ ഇപ്പോ ബിസിനസ് ചെയ്യണം, ബിസിനസ്സിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മളെ സമൂഹത്തിലുണ്ട്. ഇപ്പൊ ഈ ഫുഡ് ബിസിനസ്സിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എന്ത് മെസ്സേജാണ് കൊടുക്കാറുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ശ്രദ്ധിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കൊടുക്കാറുള്ളത്? അതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ആസ് എൻ ഓണ്ടർപ്രനർ നമുക്കൊക്കെ ഒരു ഉത്തരവാദിത്തമുണ്ട്. അടുത്ത നെക്സ്റ്റ് ജനറേഷന് നമുക്ക് പറ്റിയ മിസ്റ്റേക്കുകൾ അവർക്ക് പറ്റരുതെന്നല്ല. അപ്പം ഇപ്പം ഇനി വരാൻ പോകുന്ന ജനറേഷൻ ജെൻ സി ആണ്. ജെൻ സി ഓൾറെഡി അവരെ എന്താ പറയുക മൈൻഡ് സെറ്റേ ഡിഫറെൻ്റ് ആണ്. അതൊക്കെ ബിസിനസ് ഓണ്ടർപ്രനർ ആവണം എന്നുള്ള ഭയങ്കര ആഗ്രഹം. പക്ഷെ എനിക്ക് പറയുന്നത് വെച്ചാൽ നമ്മൾ പാഷനും പൈസ ഉണ്ടായതുകൊണ്ട് മാത്രം ഒരു ബിസിനസ് പോകാൻ പറ്റില്ല. എസ്പെഷ്യലി റെസ്റ്റോറൻറ്റ് നമ്മൾ അത് ചെയ്യുന്ന സമയത്ത് അതൊരു ലോങ് ടേമിൽ കാണിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വൈ ബിസിനസ്? എന്തിനാണ് നിങ്ങൾ ബിസിനസ് തുടങ്ങണം എന്നുള്ളതിൻ്റെ ആൻസർ സ്വയം നിങ്ങൾ കണ്ടെത്തണം. അത് വെറും പൈസയാണോ, ഓർ ആസ് ഐ സെഡ് നമ്മളൊരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ആണോ, അല്ലെങ്കിൽ സൊസൈറ്റിക്ക് എന്തെങ്കിലും നിങ്ങൾ ബിസിനസ് കൊണ്ട് ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ, നിങ്ങൾക്ക് ഒരുപാട് ജോലികൾ കൊടുക്കാൻ പറ്റുമോ, നിങ്ങൾ ഈ 10 വർഷത്തിൽ എവിടെ എത്തണം, അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടുണ്ടാവണം. പ്ലസ് നിങ്ങൾ ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ബിസിനസ് ആണെങ്കിൽ ആദ്യം വരെ വേണ്ടാന്നറിയാം, രണ്ടാമതും വരെ വേണ്ട. വൈ? ബിക്കോസ് നിങ്ങൾ കണക്കെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും. ഒരു 80% ഓഫ് റെസ്റ്റോറൻറ്റ് ബിസിനസ് ലോസും ആണ്. ഓക്കെ, only 20% ആണ് സക്സസ്ഫുൾ. നമ്മളിപ്പോൾ ഭയങ്കര സക്സസ് എന്ന് പറയുന്നതല്ല, നമ്മൾ ഇത്രയും സമയം എടുത്തുന്നുള്ളതാണ്. സോ ജനറേഷൻ ലോങ് ടേമിൽ കാണുന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കണം. പിന്നെ അതേപോലെ നമ്മൾ എഡ്യൂക്കേഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. ചില ആൾക്കാരെ ഡ്രോപ്പ് ഔട്ട് ആണെങ്കിൽ ബിസിനസ് ചെയ്യാം, ആ കാലത്ത് പോയി. ഇപ്പം സാധാരണ ഒരു ബിസിനസ്സുകാരനാവണമെന്നുണ്ടെങ്കിൽ പഠിക്കേണ്ടത് ആവശ്യമില്ല, സാധാരണ കട തുടങ്ങാൻ ആവശ്യം. ഒരു ഓണ്ടർപ്രനർ മൈൻഡ് സെറ്റിൽ നിങ്ങൾ സ്ട്രാറ്റജി ഒക്കെ സെറ്റ് ചെയ്ത് പോകണമെങ്കിൽ ലോങ് ടേം കാണുന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കണം. ആരാണ് നിങ്ങളുടെ കസ്റ്റമർ, എങ്ങനെ പുഷ് ചെയ്യാം, ഒരുപാട് കാര്യങ്ങൾ അത് പറഞ്ഞാൽ തീരില്ല. ഷോർട്ട് നന്നായിട്ട് റിസർച്ച് ചെയ്തിട്ട് തുടങ്ങാൻ പോകണം. ഇക്ക കസ്റ്റമറിൽ നിന്നുണ്ടായ നല്ലൊരു അനുഭവം പങ്കുവെക്കാമോ? ഈ റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ റെസ്റ്റോറൻറ്റ് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് സംഭവമാണ് എന്തായാലും. അപ്പം ഞാൻ ഒരു ഗുഡ് സൈഡും പറയാം, ഒരു ബാഡ് സൈഡും പറയാം. രണ്ടും ഒരുമിച്ച് സംഭവിച്ച ഒരു സംഭവം ഇൻസിഡൻ്റ് ആയിരുന്നു. നമ്മൾ ഒരു ലേഡി ഫുഡ് കഴിച്ചു. ഓക്കെ, കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് അതിന് അസ്വസ്ഥത വന്നു. ഓക്കെ, ബുദ്ധിമുട്ടുകൾ വന്നു. എന്നിട്ട് അവർ പോലീസ് സ്റ്റേഷനിൽ പോയി. ഓക്കെ, ആ പോലീസ് സ്റ്റേഷൻ എന്ത് ചെയ്തു, ഹെൽത്തിൽ ഇൻഫോം ചെയ്തു, മീഡിയക്ക് ഇൻഫോം ചെയ്തു. എന്നിട്ട് മീഡിയയും പോലീസും എല്ലാവരും കൂടെ റെസ്റ്റോറൻറ്റ് വന്നു. ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ ഒരു മോശമായിട്ടാണ് സംഭവമായിട്ട് എനിക്ക് തോന്നി. പിന്നീട് അവർക്ക് മനസ്സിലായില്ല, കാരണം നമുക്കൊരു ഇൻഫോർമേഷൻ ഒന്നും തരാതെ. എനിവേ അവർ വന്നു നോക്കി, ഹെൽത്തുകാർ നമ്മളെ ഫ്രീസറും എല്ലാം ചെക്ക് ചെയ്ത് വെച്ചു. ഒന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഷവായിരുന്നു കഴിച്ച, ഷവായിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഓക്കെ, പിന്നെ ടെസ്റ്റിന് കൊടുത്തു, അവിടെയും കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ പ്രോബ്ലം വന്നതെന്ന് വെച്ചാൽ ആ ലേഡിക്ക് ചില ഇൻഗ്രീഡിയൻസ് അലർജിറ്റിക്കാണ്. ആ അലർജി വന്ന് അതിന് ആ പ്രശ്നം ഉണ്ടായിരുന്നു. അത് മുമ്പ് നമ്മളോട് ഇൻഫോം ചെയ്തിട്ടുണ്ട്. സംഭവം ക്ലോസ് ആയി. പക്ഷെ ഈ സമയത്ത് ഇത് ചാനലുകാർ, നമ്മൾ ന്യൂസ് ചാനൽ വന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. ആ പോസ്റ്റ് ചെയ്ത സമയത്ത് അവരങ്ങനെ ഇങ്ങനെ ഇൻസിഡന്റ് ഉണ്ടായത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം നമുക്ക് ആ സമയത്ത് വന്ന കമന്റ്സ് നോക്കുമ്പോൾ ഞാൻ ഭയങ്കര, എനിക്ക് ഒരു പ്രൗഡായിട്ടുള്ള മൂവ്മെന്റ് ആയിരുന്നു.
കാരണം അതിൽ ഒരു 90% ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടാണ്. നമ്മുടെ കസ്റ്റമേഴ്സ് ആണെങ്കിലും ആർക്കും ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. ഓക്കെ, അങ്ങനെ സംഭവിക്കാൻ വഴിയില്ല. ചില്ലീസ് അതായത് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു ക്രൗഡ് പറയുന്ന സമയത്ത് ഉണ്ടായ അത് ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പം ഞാനെപ്പോഴും പറയും ഇതൊരു വലിയൊരു ഇഷ്യൂ ആയി. ഇതിപ്പോ ഒരു ന്യൂ ജനറേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻസിഡന്റ് പറ്റിയെന്നുണ്ടെങ്കിൽ അവരെന്താ ചെയ്യുക, അവർ നമ്മളോട് കംപ്ലൈന്റ് ഇല്ല. ഞാൻ ആ ചേഞ്ചസ് വരെ കസ്റ്റമർ സെഗ്മെന്റിലെ മാറ്റങ്ങളെ കുറിച്ച് പറയും. ഇപ്പൊ ഈ ഒരു ന്യൂ ജനറേഷൻ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായാലും അവരെന്താ ചെയ്യുക, അവരൊന്നും പറയില്ല, അവർ നമ്മളോട് കംപ്ലൈന്റ് ചെയ്യില്ല, ഒന്നും പറയില്ല. വേറെ അവർ നേരെ ഫോൺ എടുത്തിട്ട് ഗൂഗിൾ റിവ്യൂസ് ഇട്ടിട്ട് സർവീസസ് ബാഡ് ആക്കിയിട്ടുണ്ട്. ഞാനെപ്പോഴും പറയും നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങളാണ് ഏറ്റവും പരിക്കുണ്ടാക്കുന്ന ഡാമേജ്. കാരണം ഇത് സോഷ്യൽ മീഡിയ അത്രയും ഇൻഫ്ലുവൻഷ്യൽ ആണ്, എല്ലാവർക്കും അത് കാണാനാണ്. വേറെ അല്ലാത്ത എൻ്റെയൊക്കെ ജനറേഷനിലെ ആളാണ് ചിലപ്പോൾ അവിടെ നിന്ന് പറഞ്ഞ സെഷൻസ് പറഞ്ഞു. അപ്പം അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളിലൂടെയാണ് നമ്മൾ ആക്ച്വലി കടന്നു പോകുന്നത്. അപ്പം അതിൽ ഇങ്ങനത്തെ കുറെ പിന്നെ ചില കസ്റ്റമേഴ്സ് നമ്മളെ വിളിച്ചിട്ട് സജഷൻസ് ഒക്കെ പറയും. അപ്പൊ പാർക്കിംഗ് നമുക്കൊരു വലിയ ഇഷ്യൂ ആയിരുന്നു. ഇപ്പൊ പാർക്കിംഗ് കഴിഞ്ഞ് നമുക്ക് സെക്യൂരിറ്റിന്റെ പാർക്കിംഗ് വണ്ടിയുടെ കാര്യം പറഞ്ഞത് ചില കസ്റ്റമേഴ്സ് നമ്മളെ വിളിച്ചിട്ട് ഇങ്ങനെ സജഷൻസ് പറയും, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. അപ്പം എന്നിട്ട് അവരെന്നെ ചിലപ്പോൾ പറയും നിങ്ങളിവിടെ നിലനിൽക്കണം എന്ന് നമുക്കൊരു ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സംഭവം ഉണ്ടാക്കുക, ഞാനതിന് ലാഭം എടുക്കുക, അതെല്ലാം ആക്ച്വലി ബിസിനസ്. അങ്ങനത്തെ ബിസിനസ് ലോങ് ടേം പോകും. കാരണം നമ്മുടെ എംപ്ലോയീസിനെ അവർ വെൽഫെയർ, ഇപ്പം ഞാൻ പറഞ്ഞ മാതിരി ഷാജി, നമ്മുടെ ബ്രോഷ് മേക്കർ, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ 15 years കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതേപോലെ ഔട്ട് സ്റ്റേഷനിലെ കുറേ എംപ്ലോയീസ് ഉണ്ട്, അവരെ 10-12 വർഷം നമ്മൾ കൂടെ നിൽക്കുകയാണ്. നമ്മുടെ സാലറി 3 വർഷമായിട്ട് നമ്മുടെ സാലറി എംപ്ലോയീസിന് ഒരു ദിവസം തെറ്റിച്ചിട്ടില്ല. വീക്ക്ലി സാലറി നമ്മൾ കൊടുക്കുന്നത്. ഈ സാറ്റർഡേ ഉണ്ടെങ്കിൽ നമുക്ക് സാലറി കിട്ടിയിട്ട് നമുക്കില്ലെങ്കിലും മൈനസിലാണെങ്കിലും നമ്മൾ ഫണ്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ നമ്മൾ അവർക്കുള്ള പ്രൊമോഷൻസ്, പല ക്ലീൻ ബോയ്സ് ആണ് നമ്മൾ ഇന്നത്തെ ഏറ്റവും നല്ല വെയിറ്റർ ആയിട്ട് നിൽക്കുന്നത്. അപ്പം നമ്മൾ അവർക്ക് ഗ്രോത്തിനുള്ള അവസരങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെയാണ് ഇത് കൊണ്ടുപോകുന്നത്. എല്ലാ ചാലഞ്ചസിലും നമ്മൾ ഓരോ ഓപ്പർച്യൂണിറ്റി കണ്ട് മനസ്സിലാക്കി പഠിച്ചിട്ടാണ് ഈ ജേർണി കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഇക്കാന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇക്കാന്റെ സ്ഥാപനത്തിനെതിരെ ഒരു കംപ്ലൈന്റ് വന്നപ്പോ അതിനെ സപ്പോർട്ട് ഇല്ലേ, അങ്ങനെയല്ല ചില്ലീസ് എന്ന് പറയാൻ ആളുകൾ തയ്യാറായി എന്നുള്ളത് തന്നെയാണ് ഇക്കാന്റെ ഏറ്റവും വലിയ വിജയം ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനൊരു കസ്റ്റമറാണ്, എനിക്കും പേഴ്സണലി ഒരുപാട് ഇഷ്ടമാണ് അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്താ പറയാ, ഇക്കാന്റെ ഈ ഒരു സാധനം കസ്റ്റമേഴ്സ് നല്ല രൂപത്തിൽ ഫുഡ് കഴിച്ചു പോകണം, അതുപോലെ തന്നെ എംപ്ലോയീസിനെ കൂടെ നിർത്തിക്കൊണ്ടുള്ള ഇക്കാന്റെ ഈ പ്രവർത്തനം തന്നെയാണ് ഇക്കാന്റെ വിജയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? ഭാവി പരിപാടികൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഏതായാലും റെസ്റ്റോറൻറ്റിൽ ആണ് നമ്മളിനി ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം കറൻ്റ്ലി ഇത് നമുക്ക് നോ ഇൻവെസ്റ്റേഴ്സ്, നോ പാർട്ട്നേഴ്സ്, എല്ലാം ഒരു വൺ മാൻ ഷോ പോലെ ഞാൻ നടത്തുന്നുണ്ടെങ്കിൽ എനിക്കൊരു കോർ ടീമുണ്ട്, അവർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നെക്സ്റ്റ് ലെവലിൽ പ്ലാനിങ് എന്ന് വെച്ചാൽ നമ്മളൊരു ബിഗർ പിക്ചറാണ് കാണുന്നത്. ഇപ്പം നമ്മൾ കറൻ്റ്ലി നമ്മളൊരു 8 kilometers റേഡിയസിലാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ മേജർ ടൗണിലേക്കും ഒരു പാൻ ഇന്ത്യ ലെവലിലേക്ക് പോയാലുള്ള പ്ലാനാണ്. അതിൻ്റെ ഹോംവർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് എടുക്കും. അപ്പോൾ നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്ന കുറേ ആൾക്കാർക്ക് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തിട്ട് ഒഫീഷ്യലി അവർ LLP കമ്പനിയൊക്കെ ഫോം ചെയ്തിട്ട് നമുക്ക് മെനു കട്ട് ഷോർട്ട് ചെയ്തിട്ട് കുറച്ചുകൂടി ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഫുഡ്, അതായത് നിങ്ങൾ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതും നമുക്ക് വന്ന് കഴിക്കുന്നതും വലിയൊരു ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല. ഇൻ ടേംസ് ഓഫ് ഇൻവെസ്റ്റിംഗ് ടൈമും പൈസയും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്താലും എപ്പോഴും നമ്മളിന്ന് ഫുഡ് കഴിക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്ന ലെവലിലേക്ക് കൊണ്ടുപോകണം എന്നല്ല. ഇക്കാക്ക് ഒരുപാട് വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇത്രയും നേരം ഞങ്ങളെ ചാനലുമായിട്ട് സഹകരിച്ച ഇക്കാനോട് ഒരുപാട് നന്ദി സ്നേഹം അറിയിക്കുകയാണ്. താങ്ക് യു ഇക്ക.